ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വിശുദ്ധവാരത്തിൻ്റെ തീർത്ഥാടന അനുഭവങ്ങളിൽ ചിരപരിതമാകുന്ന രണ്ട് വാക്കുകളാണ് നോമ്പ്, ഉപവാസം. നൊന്ത് സ്നേഹിക്കുക എന്നതാണ് നോമ്പിൻ്റെ അർത്ഥം. കൂടെ വസിക്കുക എന്നതാണ് ഉപവാസം എന്ന വാക്കിൻ്റെ അർത്ഥം. ക്രിസ്തുവിൻ്റെ കൂടെ വസിക്കുന്ന ആത്മീയ അനുഭവമാണ് ഉപവാസം. വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നെഞ്ചോട് ചേർന്നിരിക്കുവാൻ യോഹന്നാനെയും പാദപത്മങ്ങളിൽ ഭജനമിരിക്കുവാൻ മേരിയെയും അവൻ തിരയുന്നുണ്ട്. കൂടെ ഇരിക്കുന്നവർക്ക് വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ അവൻ ഒരുക്കുന്ന പേരാണ് ചെറിയ ആട്ടിൻകൂട്ടം. ഇന്ന് ചെറിയ ആട്ടിൻകൂട്ടമൊക്കെ നഷ്ടമായി. എല്ലായിടവും വലിയ കൂട്ടങ്ങളാണ്. എന്താണ് ചെറിയ കൂട്ടവും വലിയ കൂട്ടവും തമ്മിലുള്ള വ്യത്യാസം? ബുദ്ധൻ മടങ്ങിയാണ്. ബുദ്ധൻ്റെ പിന്നാലെ കടന്നു വന്നവരൊക്കെ വിട്ടൊഴിയുമ്പോൾ ആനന്ദൻ ബുദ്ധനോട് ചോദിക്കുകയാണ്, അങ്ങ് എല്ലാവർക്കും എല്ലാം നൽകി, അങ്ങ് എനിക്കെന്താണ് മാറ്റിവെച്ചിരിക്കുന്നത്? എല്ലാവർക്കും ഞാൻ നൽകിയത് അങ്കിയാണ്, എന്നാൽ നിനക്ക് ഞാൻ മാറ്റിവെച്ചിരിക്കുന്നത് എൻ്റെ മജ്ജയാണ്. ഗുരുക്കന്മാരുടെ അങ്കി അത്ര ചെറിയ കാര്യമൊന്നുമല്ല. വിശുദ്ധ വേദഗ്രന്ഥത്തിൻ്റെ പഴയ താളുകളിൽ ഉയരങ്ങളിലേക്ക് ഒരു ഗുരു പറന്നു പോകുമ്പോൾ ശിഷ്യൻ കൈകൾ വിടർത്തി നിൽക്കുന്നത് ഗുരുവിൻ്റെ അങ്കിക്ക് വേണ്ടിയിട്ടാണ്. പുതിയ നിയമത്തിൽ ഗുരു നടന്നു പോകുമ്പോൾ ഗുരുവിൻ്റെ അങ്കിയിൽ തൊടുന്നവർക്കൊക്കെ അത്ഭുതകരമായ രോഗശാന്തി അനുഭവം കിട്ടുന്നത് നാം വായിക്കുന്നുണ്ടല്ലോ. ഗുരുവിൻ്റെ അങ്കി ശ്രേഷ്ഠം തന്നെയാണ്. എന്നാൽ അങ്കിയേക്കാൾ പ്രധാനമാണ് മജ്ജ. അത് അന്ത്യത്തോളം ഗുരുവിനെ പിൻചെല്ലുന്നവർക്ക് മാത്രം ലഭിക്കുന്നവൻ. ചെറിയ ആട്ടിൻകൂട്ടത്തിൻ്റെ വിശേഷത അവർ അന്ത്യത്തോളം, അന്ത്യത്താഴത്തോളം, കാൽവറിയുടെ സഹനതയോളം അവനൊപ്പം ചേർന്നു എന്നതാണ്. അവർക്ക് മാത്രമായിരുന്നു അവൻ മജ്ജ ഒരുക്കി വെച്ചിരിക്കുന്നത്. മജ്ജ ഒരുക്കി വെച്ച ആ വിശുദ്ധ ബലിയുടെ ആത്മസംസർഗത്തിൻ്റെ ഭാഗവക്കായ തീർത്ഥാടകരായ നാം ഈ കാലഘട്ടത്തിൽ പരിപാകതയോടെ ചെയ്യേണ്ടുന്ന രണ്ട് ധർമ്മങ്ങളാണ്. ഒന്ന്, തന്നോടൊപ്പം ആയിരിക്കുക, ബി വിത്ത് ഹിം. രണ്ട്, തനിക്ക് വേണ്ടി ആയിരിക്കുക, ബി ഫോർ ഹിം. ബി വിത്ത് ഹിം, തന്നോടൊപ്പം ആയിരിക്കുക, ക്രിസ്തുവിനൊപ്പം ആയിരിക്കുന്ന അനുഭവത്തെയാണ് ഉപവാസം എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തേത് അല്പം കൂടെ ആഴമായ അനുഭവമാണ്, ക്രിസ്തുവിന് വേണ്ടി ആയിരിക്കുക എന്നത്. ഇതാ ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവില്ല. ക്രിസ്തു പകർന്ന മൂല്യങ്ങളെ, അതിൻ്റെ അന്തസ്സത്തെ നഷ്ടപ്പെടാതെ ഈ കാലഘട്ടത്തിൽ പകർന്നു കൊടുക്കുന്ന ഉത്തമ തീർത്ഥാടകരായി പരിലസിക്കുക എന്നതാണ് നോമ്പ് നമ്മോട് പറയുന്ന ആത്മബോധം. സ്നേഹിതരെ, ഉപവസിക്കുവാനും നോമ്പിൻ്റെ അനുഭവത്തിലും ഈ തീർത്ഥാടനത്തെ പൂർത്തീകരിച്ച് അവൻ്റെ ഉത്ഥാനത്തിൻ്റെ അനുഭവത്തിൻ്റെ പ്രകൃതികളാകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കുന്നു.